എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്കിൻ കെയർ ചലഞ്ച് 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം പോലും വിടാണ്ട് ഈ വൈറ്റനിങ് വീഡിയോസ് തന്നെ ഇട്ട് ഞാനും അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്കിൻ വൈറ്റനിങ് പായ്ക്കാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റനിങ് പായ്ക്കിന് വളരെയേറെ പ്രത്യേകതയുണ്ട് കേട്ടോ. വേറെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ ഡെഡ് സ്കിന്ന്, അതുപോലെ മുഖത്തുണ്ടാകുന്ന പാടുകൾ, ഇതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആകും. അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഇത് പ്രയോജനപ്രദമാണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമുക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, മഞ്ചട്ടിപ്പൊടിയാണ്. ചിലവർക്ക് മഞ്ചിഷ്ട എന്ന് പറയും. അതുപോലെ തന്നെ ഞാനിവിടെ മഞ്ചട്ടി എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കരിമംഗല്യം മാറാൻ, അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന പാടുകൾ മാറുന്നതിന്, ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പം ഇത് നമ്മൾ അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലാതെ നമ്മൾ പൊടിയായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് കൂട്ടുണ്ടാവും. ചിലരൊക്കെ പറയാറുണ്ട് മുഖത്തേക്ക് കളർ പിടിച്ചു എന്ന്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മൾ വാങ്ങിക്കുന്ന പൊടിയിൽ കൂട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഞാനൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നിറം വയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിഡിലൻ ഒരു പായ്ക്കാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, അതായൊരു പരുവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മമ്മിയുടെ മുഖത്ത് ഇങ്ങനെ കരിമംഗലം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടറെ കണ്ട, കരിമംഗലത്തിന് എന്താണ് മരുന്നെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എഴുതി തന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ അന്ന് നമ്മളിത് മമ്മി യൂസ് ചെയ്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. കാരണം എനിക്ക് കരിമംഗലം ഉണ്ടായിട്ട് അപ്ലൈ ചെയ്തതല്ല കേട്ടോ. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് ചുമ്മാ ഫേസിൽ നിന്നെടുത്ത് അപ്ലൈ ചെയ്തപ്പം നമ്മുടെ ഫേസ് നല്ല സ്മൂത്തായി, അതുപോലെ തന്നെ നന്നായിട്ട് നിറം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്താണെങ്കിലും നമുക്ക് ചിലർക്ക് അലർജി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമില്ലായിരിക്കും. ചിലർക്ക് 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഹണി അല്ല എങ്കിൽ നമുക്കിതിനകത്ത് റോസ് വാട്ടർ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ തൈര് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ജ്യൂസിനകത്ത് മിക്സ് ചെയ്തും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഹണിയുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാരാണ് എങ്കിൽ നമ്മളിത് എന്നും യൂസ് ചെയ്യേണ്ട. ഹണി വെച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് മോക്കുരുവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരല്പം കടലമാവും കൂടി എടുത്ത് ഫേസിലേക്ക് ഇടുക. അന്നേരം നമുക്ക് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് അബ്സോർബായി പൊക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പായ്ക്ക് ഇട്ടതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. കടലമാവിൻ്റെ ഗുണം കൂടി നമ്മുടെ ഫേസിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഹണിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഏതാണോ യോജിച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല തരാമെന്നായിരിക്കും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് മസാജ് ചെയ്യരുത്. ഒരുപാട് അമർത്തി മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് ടൈം മസാജ് ചെയ്യുകയോ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് അങ്ങ് വാഷ് ചെയ്താൽ മാത്രം മതി. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് മസാജ് ചെയ്താൽ നന്നായിട്ടത് റിമൂവ് ആകും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷമുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഹണി ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആയി വരാനാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം അധികം വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് വാഷ് ചെയ്യുകയാണ്. ഇതുപോലെ വെള്ളം ഡാബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പതിയെ ഒരു മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. കിട്ടും റിസൾട്ടാണ് കേട്ടോ ഇതിന്.
അപ്പോൾ ഇതാണ് റിസൾട്ട്. അപ്പോൾ ഡിഫറൻസ് അറിയണം എങ്കിൽ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് മറ്റേ കൈയായിട്ടൊന്ന് വെച്ച് നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.